ഇതുപോലൊരു ടേസ്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കൂ. ഊണിനാവട്ടെ, പൊറോട്ട, ചപ്പാത്തി, നാണ്, പുട്ട്, ഗീ റൈസ് എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണിത്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ക്ലീൻ ചെയ്തെടുത്ത 1 കിലോ ചിക്കൻ കൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസേ ഇതിനാവശ്യമുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഊണിനും അല്ലെങ്കിൽ ഗീ റൈസ്, ചപ്പാത്തി, പൊറോട്ട, നാണ്, പുട്ട് എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു 100 ഗ്രാം ഏതാണ്ട് നമ്മുടെ കൈ നിറയെ കുഞ്ഞുള്ളി വേണം. ഇത് ക്ലീൻ ചെയ്തിട്ട് വലുത് മാത്രം നടുകെ പിളർന്നാൽ മതി, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെക്കുക. കുറച്ച് വലിയ പീസ് ജിഞ്ചർ ഒന്ന് കട്ട് ചെയ്തിട്ടും ചതച്ച് വെക്കുക. പിന്നെ ഒരു ബൾബ് ഗാർലിക്ക് ചതച്ച് വെക്കുക. 4 പച്ചമുളക് നീളത്തിൽ ചീന്തി വെക്കുക. 4 സവോള കൂടി ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഇതിൽ ചേർക്കേണ്ട പച്ച മസാലകളൊക്കെ റെഡി. നമുക്ക് ഏത് കറിക്കും ഫ്രഷ് മസാല പൊടിച്ചെടുക്കുന്നതായിരിക്കും ടേസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടി യൂസ് ചെയ്യാം. ഞാൻ 1 കിലോ ചിക്കൻ കൊണ്ട് ചെയ്യുമ്പോൾ അതിനാവശ്യമായ മസാല മാത്രം പൊടിച്ചെടുത്താണ്. അതിൻ്റെ അളവ് ഞാൻ പറയാം. 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നിറയെ പെരിഞ്ചീരകം, 6 നമ്മുടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ള എരിവ് നിങ്ങൾ നോക്കി ചേർക്കുക. കുരുമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായ, 3-4 പീസ് കറാമ്പട്ട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനം ഞാൻ ഒന്നിച്ച് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ മസാലയൊന്നും വറക്കേണ്ട ആവശ്യമില്ല. ഇതപ്പോഴേ മിക്സി ജാറിലിട്ടൊന്ന് നൈസായിട്ട് പൊടിച്ചെടുത്താൽ മതി. കാശ്മീരി മുളക് ചേർക്കുമ്പോഴേ ഏത് കറിക്കും നല്ല കളറും കൊഴുപ്പും കിട്ടും, എരിവ് കുറവായിരിക്കും. മസാല പൊടിച്ചെടുത്ത മിക്സി ജാറിൽ തന്നെ ഒരു 5-10 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ച ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും പിന്നെ അരച്ചെടുക്കാൻ പാകത്തിന് മിൽക്കും ചേർത്തിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. കാഷ്യൂ പേസ്റ്റും റെഡി. ഇനി പ്രിപ്പറേഷൻ തുടങ്ങാം. നമ്മുടെ ചിക്കൻ ഡിഷ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. കുറച്ച് വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണ്ടി വരും. ആദ്യം കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നു. കുഞ്ഞുള്ളി ഒന്ന് സോഫ്റ്റ് ആയപ്പോൾ ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കി ചേർക്കുക. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. സവോള നന്നായിട്ടൊന്ന് വാടി വന്ന ശേഷം പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് ടൊമാറ്റോ പൊടിച്ച് വെച്ച് മസാല പൗഡർ ചേർക്കുകയാണ്. ടൊമാറ്റോ മസാല ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നു. ഉപ്പിട്ടിട്ടേ ചെയ്തിട്ടുള്ളൂ, വെള്ളം ചേർത്തിട്ടില്ല. ഒരു 2-3 മിനിറ്റ് ഇളക്കി ചേർത്ത ശേഷം ചിക്കൻ വേവാനും എല്ലാം ആയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എല്ലാം ഇളക്കി ചേർത്തിട്ട് അടച്ച് വെക്കുക. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഇപ്പം ചിക്കനിലൊക്കെ മാരിനേറ്റ് ചെയ്ത് അത് ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ചിക്കനിൽ ചേർത്ത മസാലയൊക്കെ നമ്മൾ ഫ്രഷായിട്ട് വറുത്തിട്ടില്ല, അങ്ങനെ പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്തത്. അല്ലാതെ നിങ്ങൾക്ക് പൊടിയായിട്ടും ഉപയോഗിക്കാം. ഇതാകുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇത്രയും സാധനങ്ങൾ ഇത് ചേർത്ത് ഇളക്കിയാൽ മതി. മസാല ഈ സവോളേൻ്റെ കൂടെ ഇതെല്ലാം ഒന്ന്
പ്രത്യേകമായിട്ട് തന്നെ എടുത്തിട്ട് പച്ചയിൽ തന്നെ പൊടിച്ചെടുത്തിട്ട് മസാല ഓയിൽ ചേർത്തതാണ്. മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ക്യാഷ് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ഞാനിതിൽ അരച്ചതുകൊണ്ട്, നമ്മുടെ ക്യാഷിൻ്റെ ഒപ്പം അരച്ചതുകൊണ്ട് ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ലഞ്ചിന് റൈസിനൊപ്പം കൂട്ടി കഴിക്കാനാണ് ഉണ്ടാക്കിയത്. വൈകുന്നേരം ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തെങ്കിലും കൂട്ടി കഴിക്കാം. ഇതെല്ലാത്തിനൊപ്പം പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ്. ഗ്രേവിയും ഉണ്ട് ആവശ്യത്തിന്. ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ കാണുന്ന ഈ വീഡിയോ യൂട്യൂബ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ കാണണേ. ഇല്ലെങ്കിൽ എനിക്ക് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ്സും കിട്ടുന്നില്ല. നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. ഈ രുചികരമായ ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.